ഹലോ ഓൾ, വെൽക്കം ടു കെ എസ് മെൻറ്റോ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ മെയ് 2 ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസിൻ്റെ ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഏകദേശം ഒരു 60 ഡേയ്സ് അറൗണ്ട് മാത്രമേ നമുക്ക് പ്രിപ്പറേഷൻ ഉള്ളൂ. പക്ഷേ സിലബസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് കുറച്ച് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് അല്ലെങ്കിൽ ഫോമോ കാണും. ഇത്രയും സിലബസ് UPSCയുടെ സിലബസിനേക്കാളും ഒരുപക്ഷെ അതിൽ കൂടുതൽ കേരള പോർഷൻസ് ഉള്ളതുകൊണ്ട് UPSCയെക്കാളും കൂടുതൽ സിലബസ് എപ്പോഴും നമുക്ക് കേരള PSCക്ക് ഡിഗ്രി ലെവൽ എക്സാംസിന് പഠിക്കാൻ കാണും. അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഒരു 60 ദിവസം എന്നൊരു ഷോർട്ട് ഡ്യൂറേഷൻ നമുക്ക് എല്ലാ സിലബസ് പോയിന്ററും അതേപടി ഇരുന്ന് ആദ്യം മുതൽ അവസാനം വരെ ഫ്രണ്ട് പേജ് ടു ബാക്ക് പേജ് കവർ ചെയ്യാനുള്ള ഒരു ടൈം ഇല്ല. ഈ ഒരു ഷോർട്ടേജ് ഓഫ് ടൈമിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് PYQ അനാലിസിസ് വഴി നമ്മൾ ഡീകോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓൾറെഡി PSCക്ക് ഒരു ട്രെൻഡ് ഉണ്ട്. പ്രത്യേകതരം ഹോട്ട് ടോപ്പിക്സ് ഈ സബ്ജക്റ്റിൽ, അതായത് സയൻസ് ആൻഡ് ടെക്നോളജി ആണെങ്കിൽ പോലും ഹിസ്റ്ററി ആണെങ്കിലും പൊളിറ്റി ആണെങ്കിലും ഇക്കോണമി ആണെങ്കിലും ഏതൊരു സബ്ജക്റ്റ് ഇപ്പോൾ MEM ആണെങ്കിലും ഇതിലെല്ലാം PSCക്ക് ഇഷ്ട ടോപ്പിക്കുകളുണ്ട്. അവർ സ്ഥിരം ചോദിക്കുന്ന പാറ്റേണുകളുണ്ട്, സ്ഥിരം ചോദിക്കുന്ന ഏരിയാസ് ഉണ്ട്. ഈ ഏരിയാസ് നമ്മൾ ഒരു 2021 മുതൽ 2025 വരെ നമ്മുടെ KS മെൻറ്ററിൻ്റെ റിസർച്ച് ടീം ഈ മൾട്ടിപ്പിൾ ഫേസസിൽ നടന്നിട്ടുള്ള ഡിഗ്രി പ്രിലിംസിൻ്റെ എല്ലാ ഫേസിലുള്ള ക്വസ്റ്റ്യൻസും അത് ഏതൊക്കെ ടോപ്പിക്കിലാണോ സബ്ജക്ട് മാപ്പ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു റിപ്പീറ്റബിലിറ്റി അനാലിസിസ്, ഇത് എത്രത്തോളം ഹിറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ട്രെൻഡ് പാറ്റേൺ എങ്ങനെയാണ്, ഏതൊക്കെ ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി, ഒരു സബ്ജക്റ്റിൽ നിന്ന് നിങ്ങൾ മസ്റ്റായിട്ട് നോക്കിയിരിക്കേണ്ട ചില കോർ പോയിന്റ്സ്, ചില കോർ സബ്ജക്റ്റിൽ ചില കോർ ടോപ്പിക്കുകൾ കാണും. ഇതാണ് നമ്മുടെ ഈ ഹോട്ട് ടോപ്പിക് സീരീസിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു സീരീസ് നമ്മുടെ മാമാകം 3.0 ടെസ്റ്റ് സീരീസ് മാർച്ച് 18 തുടങ്ങും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് സീരീസിന് മുൻപായിട്ട് നിങ്ങളെ എല്ലാ മേജർ സബ്ജക്റ്റിലെയും ഹോട്ട് ടോപ്പിക്സ് ഫെമിലിയറൈസ് ആക്കുക എന്നതാണ് ഈ സീരീസിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇന്നത്തെ സീരീസിൽ സയൻസ് ആൻഡ് ടെക് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് ടൈം വേസ്റ്റ് ചെയ്യാതെ സയൻസ് ആൻഡ് ടെക്കിലേക്ക് കിടക്കാം. സയൻസ് ആൻഡ് ടെക്നോളജി കേൾക്കുമ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്കൊരു പേടി വരാം. ഞങ്ങൾ സയൻസ് അല്ലല്ലോ, ഇതിൽ നിന്ന് എന്തൊക്കെ ചോദിക്കാം, പരന്ന് കിടക്കുന്ന സയൻസിൽ നിന്ന് എന്തൊക്കെ ചോദിക്കാം. പക്ഷേ PSCയുടെ ട്രെൻഡ് നമ്മുടെ റിസർച്ച് ടീം അനാലിസിസ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ ഒരു ഇൻഫോർമേഷൻ ഇതാണ്. PSCയുടെ ട്രെൻഡ് അനുസരിച്ച് സിലബസ് ഇത്രയും വാസ്റ്റ് ആണെങ്കിലും സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കാര്യം എടുക്കുമ്പോൾ രണ്ട് കോർ ടോപ്പിക്സ് ആണുള്ളത്. അപ്പോൾ ഈ 2 ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾ മസ്റ്റായിട്ടും കവർ ചെയ്യണം. ഇതിൽ നിന്നാണ് 2021 മുതൽ 25 വരെ മൾട്ടിപ്പിൾ ടൈംസ് എല്ലാ ഫേസിലും മിനിമം 2 to 3 ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക്കിൽ നിന്ന് മാത്രമാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് ചോദിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെയാണ് എൻവയൺമെൻറ്റൽ സയൻസ്. എൻവയൺമെൻറ്റൽ സയൻസും പിന്നെന്താണ് എൻവയൺമെൻറ്റൽ സയൻസും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ് ഏത്, ഇവല്യൂഷൻ ഓഫ് സ്പേസ് പ്രോഗ്രാമും ഇന്ത്യൻ സ്പേസ് മിഷൻസും. ഇത് രണ്ടും, ഈ 2 പോയിന്റുകളാണ് നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യേണ്ടത്. അതായത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ കവർ ചെയ്തിരിക്കേണ്ട മസ്റ്റായിട്ടും നോക്കിയിരിക്കേണ്ട ടോപ്പിക്കുകളാണ് എൻവയൺമെൻറ്റൽ സയൻസും ഇവല്യൂഷൻ ഓഫ് സ്പേസ് പ്രോഗ്രാം. അപ്പോൾ ഇത് വെറും ഗസ് വർക്ക് അല്ല, പ്യുവർ റിസർച്ച് ബേസിസിൽ ആക്ച്വൽ PYQs അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ എത്തിച്ചേർന്ന കൺക്ലൂഷനാണ്. അപ്പോൾ ഈ 2 ടോപ്പിക്ക് സയൻസ് ആൻഡ് ടെക്നോളജിന്ന് കവർ ചെയ്യാതെ ഇരിക്കരുത്. ഇതിൽ തന്നെ ഒരു ലെയർ ഡെപ്തിലൂടെ കയറി നമുക്ക് കാണാം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടോട്ടൽ ക്വസ്റ്റ്യൻസിൽ തന്നെ ഇതിലെ 30ഉം 20ഉം ഏകദേശം 50% ഈ 2 ടോപ്പിക്കിൽ നിന്നാണ് വന്നിട്ട്. എൻവയൺമെൻറ്റൽ സയൻസിൽ നിന്നും ഇവല്യൂഷൻ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിൽ നിന്നാണ് 50% ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 ചാപ്റ്റർ നമ്മൾ പഠിച്ചാൽ അത്രയും റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ഈ ഒരു 5 വർഷത്തെ ട്രെൻഡാണ് നമ്മൾ അനലൈസ് ചെയ്തത്. നമ്മുടെ അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻ ബാങ്ക്, നമ്മുടെ മാമാകം ടെസ്റ്റ് സീരീസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ പാറ്റേണിൽ എല്ലാ സബ്ജക്റ്റിലെയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ കറണ്ട് അഫെയർസുമായിട്ട് ബന്ധിപ്പിച്ച് ഏറ്റവും റിപ്പീറ്റബിലിറ്റി അല്ലെങ്കിൽ ഹിറ്റ് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ടെസ്റ്റ് സീരീസ് മസ്റ്റായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻവയൺമെൻറ്റൽ സയൻസ് സ്പേസ് പ്രോഗ്രാം നോട്ട് ചെയ്യുക. ഇതിൽ തന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില കോർ ഏരിയാസ് ഉണ്ട്. എൻവയൺമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ബയോഡൈവേഴ്സിറ്റിക്ക് കുറച്ച് എക്സ്ട്രാ വെയിറ്റേജ് എടുത്ത് പഠിക്കണം. ബയോഡൈവേഴ്സിറ്റിയുടെ കൺസർവേഷൻ, എൻവയൺമെൻറ്റൽ ലെജിസ്ലേഷൻസ്, പിന്നെന്താ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഗ്ലോബൽ വാർമിംഗ് പഠിക്കുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇവല്യൂഷൻ, അത് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് മുതൽ എവിടെ വരെ നമ്മൾ ഇപ്പം നിൽക്കുന്ന പാരീസ് എഗ്രിമെൻറ്റും കഴിഞ്ഞതിന് ശേഷം വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോൺഫറൻസ് ഓഫ് പാർട്ടിയുടെ ബാക്കുവിൽ അസർബൈജാനിൽ നടന്ന കോൺഫറൻസ് ഓഫ് പാർട്ടീസിൻ്റെ അജണ്ട എന്താണ്, അപ്പോൾ നമ്മുടെ ന്യൂ നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് ഇന്ത്യയുടെ എന്തൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് ഒരു ടേബിൾ വരച്ച് നിങ്ങൾ പഠിച്ചു വെക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ക്വസ്റ്റ്യൻ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഏരിയാസ് ആണ് ഇതൊക്കെ. പൊല്യൂഷൻ കൺട്രോൾ നോക്കുമ്പോൾ ആക്റ്റുകൾ, എയർ ആക്ട്, വാട്ടർ ആക്ട്, പിന്നെ എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്, ഈ 3 ആക്റ്റുകൾ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കൺസർവേഷൻ ആംഗിളിൽ നിങ്ങൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് മസ്റ്റായിട്ട് നോക്കണം. അതിൻ്റെ റീസെൻറ്റ് അമെൻമെൻറ്റ്, അതിൻ്റെ ഇപ്പോൾ 2022 അമെൻമെൻറ്റിൽ ഷെഡ്യൂൾസ് മാറ്റിയ കാര്യം കൂടെ നോട്ട് ചെയ്യുക. ആ പുതിയ ഷെഡ്യൂളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നും കൂടി നിങ്ങൾ കവർ ചെയ്ത് നോക്കുക.
പിന്നെ ഒരു സബ് ടോപ്പിക് ലെവൽ നോക്കുമ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും പിന്നെ ഇക്കോസിസ്റ്റം ആൻഡ് നാച്ചുറൽ റിസോഴ്സിൽ നിന്ന് നമുക്ക് എന്താ ഇക്കോസിസ്റ്റം ലെവൽ ഡൈവേഴ്സിറ്റിയും പിന്നെന്താ സ്പീഷീസ് റിച്ച്നെസ്സും സ്പീഷീസിൻ്റെ വെറൈറ്റീസും വെസ്റ്റേൺ ഗാർഡ്സിലെ സ്പെസിഫിക് എക്സാമ്പിൾസ് ഒക്കെ ചോദിച്ചു വെച്ചാൽ നിങ്ങൾ ഒരു ഓർഡറിൽ പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ. അപ്പോൾ അതേപോലെ നമ്മൾ എൻവയോൺമെൻറ്റിൻ്റെ കാര്യം നോക്കി ഇതേ ലെവൽ ഓഫ് അനാലിസിസ് നമുക്ക് സ്പേസ് പ്രോഗ്രാമിൽ നിന്ന് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിൻ്റെ ഒരു എവല്യൂഷൻ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 1950-60s കാലഘട്ടത്തിൽ ഇൻകോസ്പാർ മുതൽ ഇപ്പോഴുള്ള നമ്മുടെ ISRO വരെ ഉള്ളതും ISROയുടെ റീസെൻ്റ് ആയിട്ടുള്ള നാസയുടെ കൊളാബറേഷനും ഇതെല്ലാം നമ്മൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കണം. ISROയുടെ ഒരു പൈലറ്റ് പ്രൊജക്റ്റ് ഉണ്ട്, ISROയുടെ വിഷൻ ഉണ്ട്, ISROയുടെ 2035 ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, നമ്മുടെ ഗഗൻയാൻ മിഷൻ, ഇങ്ങനത്തെ കീ ടോപ്പിക്സ്, പിന്നെ നമ്മുടെ ശുക്രയാൻ മിഷൻ ഉണ്ട്, ചന്ദ്രയാൻ 4 ഉണ്ട്. ഈ ഏരിയാസ് ഒക്കെ നിങ്ങൾ മസ്റ്റായിട്ട് നോക്കിയിട്ട് പോകണം. സ്പേസും എൻവയോൺമെൻറ്റിൻ്റെ കാര്യത്തിൽ ഇതായിരിക്കണം നിങ്ങളുടെ ഹോട്ട് ടോപ്പിക്സ്. ഇത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ ബാക്കി ചെറിയ ചെറിയ ടോപ്പിക്സിലോട്ട് പോയാൽ മതി. കാരണം അത്ര വെയിറ്റേജ് ഉള്ള പോർഷൻസ് ആണ്, ഇതിൽ നിന്നാണ് കൂടുതലും PSC ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഇപ്പം നിങ്ങൾക്കൊരു ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് ഇതൊക്കെ ചോദിച്ചാൽ ഇതൊക്കെ നോക്കി പഠിച്ചാൽ മതി. ഇതേപോലുള്ള ഹിസ്റ്ററിയുടെ ആണെങ്കിലും പൊളിറ്റിയുടെ ആണെങ്കിലും ഇക്കോണമിയുടെ ആണെങ്കിലും ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ആണെങ്കിലും സ്പോർട്സിൻ്റെ ആണെങ്കിലും മലയാളത്തിൻ്റെ ആണെങ്കിലും ഇംഗ്ലീഷിൻ്റെ ആണെങ്കിലും മാത്സിൻ്റെ ആണെങ്കിലും ഇതിൻ്റെ എല്ലാം ഒരു ഹോട്ട് ടോപ്പിക് ലിസ്റ്റ് വരുന്ന വീഡിയോസിൽ കാണും. അപ്പം മാർച്ച് 18 മുമ്പ് നമ്മുടെ ഓരോ എക്സ്പേർട്ട് ഫാക്കൽറ്റീസും ഇതേപോലുള്ള റിസർച്ച് ലെവൽ അനാലിസിസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്യാത്തവർ നമ്മുടെ ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്യുക. നമ്മുടെ വീഡിയോസും വാച്ച് ചെയ്യാൻ മറക്കരുത്. ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളതോ ക്ലാരിറ്റി ഇല്ലാത്തതായിട്ട് ഏതെങ്കിലും ടോപ്പിക്, സയൻസ് ആൻഡ് ടെക്നോളജി മാത്രമല്ല ഏത് ടോപ്പിക്കാണെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളതോ ക്ലാരിറ്റി വേണ്ടിയിട്ടുള്ള ടോപ്പിക്കോ പോയിന്റോ സബ് ടോപ്പിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റഡ് അഡീഷണൽ ഇൻഫോർമേഷനോ നിങ്ങൾക്ക് എന്താ എക്സ്ട്രാ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ ടീം കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം കൂടുതൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഹോട്ട് ടോപ്പിക് അനാലിസിസ് വീഡിയോ സീരീസ് സെൻഡ് ചെയ്യാൻ മറക്കരുത്. ഓൾ ദി ബെസ്റ്റ്, ഹാപ്പി ലേണിംഗ്.